ഓരോ പ്രതിഭാസങ്ങളിലും ഭഗവാന്റെ ആ കൈയുണ്ട്. ആ സർവേശ്വരൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ കൂടി ഓരോ പ്രതിഭാസങ്ങളിലും ആ അനുഗ്രഹം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതിനെ കാണിക്കാൻ കൂടി ഈ ഓരോ ശ്ലോകങ്ങളും ആചാര്യൻ ഇവിടെ എടുത്തു കാട്ടുന്നു. കഴിഞ്ഞതിൽ ഭഗവാന്റെ ആ അനുഗ്രഹം താപങ്ങളിൽ നിന്ന് എപ്രകാരം നമ്മെ മുക്തരാക്കുന്നു എന്നതിനെ പറ്റി കാണിച്ചു തരുമ്പോൾ ഈ ശ്ലോകത്തിൽ വർഷക്കാലം, അതായത് എല്ലാ ജീവികൾക്കും താപങ്ങളകന്ന് സർവ്വജീവജാലങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരുന്ന ആ വർഷക്കാലത്തെ എപ്രകാരം ഭഗവാനുമായി ബന്ധപ്പെടുത്തി കാണിക്കാം എന്നതിനെ പറ്റിയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഭഗവാന്റെ ശരീരകാന്തി എന്നത് കൃഷ്ണവർണ്ണമാണ്. ആ കാർമേഘത്തിന് തുല്യമായ കാന്തി വർഷക്കാലത്ത് ആകാശമാകെ വ്യാപിച്ചു നിൽക്കുന്ന ആ കാർമേഘ കാന്തിയോട് ഭഗവാന്റെ വർണ്ണത്തെ തുലനം ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ആ വർഷക്കാലത്ത് പെയ്യുന്ന മഴ പ്രകാരം താപോന്മൂലനം ചെയ്യുന്നു എന്നതിനെ ഭഗവാന്റെ അനുഗ്രഹമായി കാട്ടിത്തരുന്നു. മഞ്ഞപ്പട്ടുടുത്ത തിരുവുടലിൽ കാണുന്ന രൂപം പോലെ ആകാശത്ത് ആ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെയ്യുന്നതിന് മുമ്പായി ഇടിമിന്നലുകൾ എന്നത് കാട്ടിത്തരുന്നു. കൃഷ്ണഭക്തിയെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുന്ന നേരം സർവത്തിലും നിറഞ്ഞ പൊരുളിനെ ഒന്നുകൂടെ നമ്മുടെ അകത്തേക്ക് ആവാഹിക്കാൻ നമുക്ക് സാധിക്കും എന്നതുകൂടിയാണ് ഇതിന്റെ ഗുണം. ഗോവർദ്ധന പർവ്വതത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ ഭഗവാൻ വർഷകാലത്ത് വന്നെത്തിയ സമയത്ത് ആ ഗോവർദ്ധന പർവ്വതം സമർത്ഥനായ ഒരു ഗൃഹസ്ഥനെ പോലെ ഭഗവാന്റെ ആതിഥ്യം ആചരിച്ചു. ഭഗവാൻ വന്നെത്തിയ സമയത്ത് ആ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ ആദരപൂർവം സ്വീകരിച്ച് പ്രസാദിപ്പിക്കുന്നു. പർവ്വതം അചേതനമാണെങ്കിൽ കൂടി അതിൽ സചേതനങ്ങളായ അനേകം വസ്തുക്കളുണ്ട്. അതിലൊന്നായിരുന്നു ആ പ്രകൃതിയുടെ തന്നെ ഒരു ഭാവമായ മയിലുകൾ. മയിലുകൾ ആ വർഷകാലത്ത് കാർമേഘം കാണുമ്പോൾ പീലി വിടർത്തി നിന്നാടുന്നത് അവർണ്ണനീയമാണ്. അപ്രകാരം പീലി വിടർത്തി നിന്നാടി ആ കേകാരവം മുഴക്കിയ മയിലുകൾ ആ കേകാരവം ഭഗവാനുള്ള സ്തോത്രാർച്ചനയായി മാറി. അതുപോലെ തന്നെ ഭഗവാനെ സർവശ്രേഷ്ഠനായ അതിഥിയെ ആരാധിക്കുന്നത് പോലെ ആ സ്തോത്രഗാനങ്ങളിലൂടെ മയിലുകൾ ആരാധിച്ചപ്പോൾ ആ പർവ്വതത്തിലുള്ള കുടജം, കദംബം തുടങ്ങിയ വൃക്ഷങ്ങൾ ഭഗവാന് സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി. അപ്രകാരം അതിഥിയെ തൻ്റെ എല്ലാ ഇഷ്ടങ്ങളോടുകൂടെ സ്വീകരിച്ച് ആരാധിച്ച് ആ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ സർവദാ പൂജിച്ചു. പിന്നീട് ഭഗവാന്റെ ലീലയായി വരുന്ന ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി ഉയർത്തിക്കൊണ്ടുള്ള ലീലയ്ക്ക് മുന്നോടിയായുള്ള ഒരു ചടങ്ങ് പോലെയായി ഭഗവാന് കൊടുത്ത ആ ആദരവ്. വർഷക്കാലവും കഴിഞ്ഞ് ശരത്കാലമായി. ശരത്കാലമായതോടുകൂടി നദികളിലെയും കുളത്തിലെയും വർഷക്കാലത്തുണ്ടായിരുന്ന കലക്കമെല്ലാം മാറി എല്ലാം തെളിനീരായി. കാനനത്തിന്റെ അന്തർഭാഗങ്ങളിൽ വരെ നിർമ്മലമായി. ഉണ്ടായിരുന്ന എല്ലാ അഴുക്കുകളും ഒലിച്ചുപോയി എല്ലായിടവും നിർമ്മലമായി തീർന്ന അതിൽ തഴച്ചു വളർന്ന പുല്ലുകൾ അവിടെ കാലികളെ മേച്ചുകൊണ്ട് ഭഗവാൻ നടന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വരുന്ന പ്രതിസന്ധികളെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുമായി താരതമ്യപ്പെടുത്തി ആചാര്യൻ ഇവിടെ ഭംഗിയായി നമുക്ക് കാട്ടിത്തരുന്നു. ആദ്യം വന്ന താപവും അതിനുശേഷം അതിൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്നതും പിന്നീട് ആ ഭഗവത് ഭക്തിയാകുന്ന വർഷക്കാലവും എല്ലാം വരുന്നതോടുകൂടെ അതെല്ലാം കഴിഞ്ഞ് എല്ലാ നന്മകളും വരുന്ന, അല്ലെങ്കിൽ കുളിർമയും ശരീരത്തിനും മനസ്സിനും എല്ലാ ആദിവ്യാധികളും ഒഴിഞ്ഞ് സുഖവും സൗഖ്യവും കൈവരുന്ന ആ ശരത്കാലവും ആ ഭഗവാനോടുള്ള പ്രേമം മൂലം അല്ലെങ്കിൽ അഗാധമായ ഭക്തി മൂലം നമുക്ക് എപ്രകാരം ലഭിക്കുമെന്നത് ആചാര്യൻ ഇവിടെ കാട്ടിത്തരികയാണ്. ഈ ലൗകിക ചിത്തവൃത്തികൾ എന്തൊക്കെ വന്നുപെട്ടാലും നിർമ്മലമായ മനസ്സോടുകൂടി സർവേശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്ക് യാതൊരുവിധ ആപത്തുകളും വന്നു ചേരുകയില്ലെന്നത് വസ്തുനിഷ്ഠമായി ഇവിടെ കാട്ടിത്തരുന്നു. ഗുരുവാനപുരത്തിൽ വാഴുന്ന ജഗദീശ്വരനോട് എല്ലാ ദേഹസൗഖ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആചാര്യൻ ഈ ദശകം ഉപസംഹരിക്കുകയാണ്. നാരായണ കില ഗുരോ ഭഗവാൻ നമസ്തേ.